എവിടെയാ പോവാ? വെളിക്ക് പോകുന്ന ഒരു അവസ്ഥയല്ലേ? പുറത്ത് പോകണ്ടേ? ഈ സമയത്തൊക്കെ പോകാൻ പറ്റുമോ? അല്ലേ? എണ്ണം കുടിച്ചു പോയി ആകെ പറഞ്ഞു. ഇന്നിപ്പോ ആ പ്രയാസമൊന്നുമില്ല. 4 ബെഡ്റൂമുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ 4 ബെഡ്റൂം മിക്കവാറും അത് അറ്റാച്ച്ഡാണ് കാര്യങ്ങൾ. പക്ഷെ വെളിക്ക് പോകുന്ന കാലത്ത് കൃത്യമായിട്ട് ശോധന നടന്നിരുന്നു എന്നുള്ള പറയണം. കാരണം എന്താ, പിന്നീടൊരു സമയത്തില്ല, അത് ശീലത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ കൃത്യമായിട്ട് കാര്യം സാധിച്ചിട്ട് വരും. പക്ഷെ ഇന്ന് ആ ഒരു ശോധന ഇല്ലായ്മ തന്നെയാണ് സകല രോഗത്തിനും അടിസ്ഥാന കാരണമായിട്ട്. അപ്പൊ പറയുന്നത് കുടല് നന്നായാൽ ഉടല് നന്നായി എന്നാ പറയുന്നത്. കുടല് നന്നായാൽ ഉടല് നന്നായി. ഈ കുടല് നല്ലതല്ലാത്തതിന്റെ കാരണമല്ല, കുടലിലേക്ക് വിടുന്നത് ഒന്നും നല്ലതല്ല. അതുകൊണ്ടാണ് കുടല് ആ രീതിയിലായത്. അതുകൊണ്ടാണ് കുടലും ഇങ്ങനെയായത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുടലിലേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആശയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവനും പലതരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമായ പ്രൊഡക്റ്റാണ്, അല്ലേ? അതുകൊണ്ട് ആശയങ്ങളുടെ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകുന്ന സാധനം എടുത്തിട്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യണേ? അകത്തേക്ക് പോകുന്നത് പരിശോധിക്കാനുള്ള ലാഭം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗതികേട് ഉണ്ടാവില്ല. പക്ഷെ 100% ആയിരിക്കണം കേട്ടോ. മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് പിന്നെ പാചകത്തിന് എടുക്കുന്നുണ്ട്, പോരാ. എന്ത് വേണം? പാചകത്തിനും എടുക്കണം, പ്ലസ് രാവിലെ ഒരു പ്ലേറ്റ് കഴിക്കണം. കുട്ടികൾക്കും കൊടുക്കണം, ചെറിയ അളവിൽ കുട്ടികൾക്ക് കൊടുക്കണം. മുതിർന്നവർ ഈ പറഞ്ഞ പോലെ 2 സ്പൂണോ 3 സ്പൂണോ കഴിച്ചാൽ കുഴപ്പമില്ല. കുട്ടികൾക്ക് ചെറിയ അളവിൽ കൊടുക്കണം. അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ ആരോഗ്യം ആ എണ്ണ നോക്കിക്കോളും. അതിന്റെ പേരെന്താ? എണ്ണയുടെ പേര് തവിടെണ്ണ. പിന്നെന്താ? ഹെൽത്ത് കണ്ടുപോയിലാണ്. എന്താ അർത്ഥം? ആരോഗ്യം സംരക്ഷിക്കുന്ന എണ്ണ. അപ്പൊ അത് കുടുംബത്തിൽ എല്ലാവരും ഉപയോഗിച്ചാലോ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന തന്നെയായിട്ട് അത് മാറും. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? കുടുംബത്തിൽ എല്ലാവരും കഴിക്കണം. ഞാനൊരു ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ എനിക്ക് എണ്ണ നല്ലതാണെന്ന് തോന്നിയാണ് ഞാൻ പിടിക്കാം. ഭാര്യ പിടിക്കുന്നില്ല, മക്കൾ പിടിക്കുന്നില്ല, വല്ല കാര്യമുണ്ടോ? അപ്പൊ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാളെ രാവിലെ മുതൽ ഇന്ന് വരെ എണ്ണ കഴിക്കാത്ത ആളുകൾ നാളെ രാവിലെ മുതൽ എണ്ണ കഴിക്കുന്നില്ല. സാറ് നോട്ട് ചെയ്യണം. നാളെ രാവിലെ മുതൽ എണ്ണ കഴിക്കുന്ന പുതിയ തുടങ്ങിയ ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് സമയം നമ്മൾ നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എണ്ണ അങ്ങനെ കുടിക്കാം. ഞാൻ പറഞ്ഞു അവിടെ എവിടെ വരെ പറഞ്ഞു വന്നത് പ്രോട്ടീനായി വൈറ്റമിൻസ് മിനറൽസ് കിട്ടണമെങ്കിൽ പച്ചക്കറികൾ വളർന്നുകൾ കഴിക്കണം. 13ഓളം വൈറ്റമിൻസ് ഒരു ദിവസം വേണം. 16ഓളം മിനറൽസ് ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം, മിനിമം, അല്ലേ? ഈ അളവിൽ നമ്മൾ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ? ഇപ്പൊ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്, HB പരിശോധിച്ചാൽ മിനിമം എത്ര വേണം? 12.5 വേണം. 12.5 HB പരിശോധനയിൽ വേണമെങ്കിൽ അയൺ അടങ്ങിയ ഭക്ഷണം എത്ര കഴിക്കണം? അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ശരീരത്തിലേക്കുള്ള അയണിന്റെ അളവ് എത്രയാണ്? എത്ര അയൺ വേണം ഒരു ദിവസം? ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കുന്ന എത്ര പേരുണ്ട്? ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കുന്നവർ കൈ പൊതിച്ചിട്ടുണ്ട് വെക്കണം. താത്തത് ന്യൂട്രിചാർജ് എല്ലാ ദിവസവും കഴിക്കാറില്ല. പിന്നെ ഇത്ര അവര് കഴിച്ചിട്ടും അതിന്റെ അളവ് അറിയില്ലെന്ന് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് കൈ ഇത്രയും പോകും. കുഴപ്പമില്ല, ഞാൻ ആ ചോദ്യം എനിക്ക് ചോദിക്കില്ല. അതിന് മറുപടി ഞാൻ പറയണം. ധൈര്യത്തിൽ ഒന്ന് പൊതിച്ച് എത്ര പേര് കഴിക്കുന്നു പറയണം. വുമൺ ടാബ്ലറ്റ് നിർബന്ധമായിട്ട് കഴിക്കണം. സ്ത്രീകൾക്ക് എന്താ പറയുന്നത്? കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആ പ്രൊഡക്റ്റ്. എന്താ ഞാൻ പറയുന്നത്? സ്ത്രീകൾക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. സ്വർണത്തിന് വലിയ വിലയുണ്ട്. സ്വർണവും സ്ത്രീകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ പറയും അതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ന്യൂട്രിചാർജ് കൊണ്ടാണ്. അപ്പൊ 27 mg അയൺ ഒരു ദിവസം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്. എന്നാലേ HB പരിശോധിക്കുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 12.5 ഉണ്ടാവും. ഈ 27 mg അയൺ ഒരു ദിവസം കിട്ടണമെങ്കിൽ അയൺ അടങ്ങിയ ഭക്ഷണം ധാരാളം നമ്മൾ കഴിക്കുന്നുണ്ട് ഓൾറെഡി. എന്തിലൊക്കെ ഉണ്ട് അയൺ? എന്തിലൊക്കെ ഉണ്ട് അയണുള്ള ഭക്ഷണം? എന്തൊക്കെയാ? ചീര. ആ, ചീരയിൽ മാത്രമേ ഉള്ളൂ. മുരിങ്ങയിലുണ്ട്, കൈപ്പക്കയിലുണ്ട്, നെല്ലിക്കയിലുണ്ട്, ഈത്തപ്പഴത്തിലുണ്ട്, അനാറിലുണ്ട്. എല്ലാ ദിവസവും ചീര കഴിക്കുന്ന എത്ര പേരുണ്ട്? കഴിച്ചാൽ എത്ര കഴിക്കും? എല്ലാ ദിവസവും ചീര കഴിക്കും? പറ്റില്ല. മുരിങ്ങയിലല്ല, മുരിങ്ങയില എല്ലാ ദിവസവും കഴിക്കും. എല്ലാ ദിവസവും. അപ്പൊ കർക്കിടക മാസം നീ അത് മുരിങ്ങ തൊഴിലായിക്കോട്ടെ, പക്ഷെ കർക്കിടക മാസം മുരിങ്ങ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അയണുള്ള ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇതൊന്നും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ ഈ പറയുന്ന അയൺ കൊടുക്കാനായിട്ട് ഭക്ഷണത്തിലൂടെ നമുക്ക് ഒരിക്കലും കിട്ടാൻ വേണ്ടി പറ്റില്ല. കിട്ടണമെങ്കിൽ വലിയ അളവിൽ കഴിക്കണം. ഒരാൾ ഒരു ദിവസം 1 കിലോ ചീര കഴിക്കണം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട് പോലെ സാധനങ്ങളൊക്കെ കിലോ കണക്കിന് ഒരാൾ കഴിക്കണം. അയാളുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള അയൺ കിട്ടണമെങ്കിൽ. സാധിക്കുമോ? സാധിക്കില്ല.
അപ്പോ ഈ 13ഓളം വൈറ്റമിൻസ് 16ഓളം മിനറൽസ് എന്ന് പറയുന്ന രീതിയിലുള്ള ഈ കണ്ടന്റുകൾ ശരീരത്തിന് കിട്ടണമെങ്കിൽ പലതരത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാ ദിവസവും കഴിക്കണം. എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ സീസണിലും കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ വിഷത്തിന് മുങ്ങി വരാത്ത ഒരു പച്ചക്കറിയും പഴവർഗ്ഗവും നമ്മുടെ നാട്ടിലും കിട്ടാനില്ല. അപ്പോ ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒന്നും ആയിരിക്കില്ല പഴത്തിലുണ്ടാവാം. പിന്നെയോ വൈറ്റമിൻ പോലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് ശരീരത്തിൽ ടോക്സിൻസ്, മനസ്സിലായില്ലേ? അപ്പോ ഈ രീതിയിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ ആ അളവിൽ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട്. ഇത് പല രോഗത്തിനും കാരണമാവും. അപ്പൊ എന്താ ചെയ്യാം? അതിന് വേണ്ടിയിട്ടാണ് ആർസിഎമ്മില് ന്യൂട്രിചാർജ് സെഗ്മെന്റില് ഫുഡ് സപ്ലിമെന്റ് രീതിയിൽ കിട്ടുന്നത്. എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ്? 50 ന്യൂട്രിയൻസ് ഉള്ള വുമൺ ടാബ്ലറ്റ്, 33 ന്യൂട്രിയൻസ് അടങ്ങിയ മെൻ ടാബ്ലറ്റ്, അല്ലെ? 64% പ്രോട്ടീൻ, 24% പ്രോട്ടീൻ, 84% പ്രോട്ടീനുള്ള പ്രോട്ടീൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡറുകൾ. ഇതൊക്കെ ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരെ വാങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് അല്ലെ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നിട്ടും ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ, ഇത്രയും വില കുറച്ച് തന്നിട്ടും ഇപ്പോഴും നമ്മൾ പ്രോട്ടീൻ പൗഡറും അല്ലെങ്കിൽ PVMFOT നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അടുത്തൊരു പരസ്യവാചകത്തിലേക്ക് പോകും. ഏതാ പരസ്യവാചകം? ആയിരിക്കും പറയാം. ഏതായിരിക്കും? ഇതൊന്നും കിട്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. എവിടെ കൊടുക്കേണ്ടി വരും? എന്റെ ഹോസ്പിറ്റൽ ഇവിടെ ഒന്നും എടുക്കൂല, അല്ലേ? അപ്പൊ മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ 2 കാര്യങ്ങളാണ്, 2 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാ? ഒന്ന്, രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടണം. രണ്ടാമത്തേത്, മരുന്നിന്റെ സൈഡ് എഫക്റ്റിൽ നിന്നും കൂടി വിടുതൽ കിട്ടണം. 2 കാര്യങ്ങളാണ് മരുന്ന് കഴിക്കുമ്പോണ്ടാവുന്നത്, അല്ലേ? സപ്ലിമെന്റ് കഴിച്ചാൽ എന്താ ഉണ്ടാവുക? വരാതെ നോക്കാം, അല്ലെ? വന്നിട്ടുള്ള റിസ്കുകളില്ല, വരാതെ നോക്കാം. പക്ഷെ നമ്മുടെ സപ്ലിമെന്റിന്റെയും നമ്മുടെ ഉൽപ്പന്നത്തിന്റെയും പലതിന്റെ മേന്മ എന്താണ്? മരുന്നായിട്ട് കൂടി അത് പ്രവർത്തിക്കുന്നു. മരുന്നാണോ? മരുന്നല്ല. പക്ഷെ മരുന്നിന്റെ പോലെ റിസൾട്ട് നമുക്ക് തരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്, അല്ലെ? അത്ര ഉൽപ്പന്നങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഭക്ഷണത്തിന്റെ കൂടി ആയിരിക്കണം ഫുഡ് സപ്ലിമെന്റ്, ഭക്ഷണത്തിന്റെ പകരമല്ല. ഏതാണ്? പ്രോട്ടീനാണ് ചോദിക്കുന്നത്. വുമൺ ടാബ്ലറ്റ് വയസ്സ് 14 എന്നൊക്കെ പറയും. പക്ഷെ കൃത്യമായിട്ട് കണക്കെന്ന് പറയുന്നത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ പീരീഡ് നിൽക്കുന്നത് വരെ ഒരു കോംപ്രമൈസും അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും ഇല്ല. എന്നാണോ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം മുതൽ പീരീഡ് നിൽക്കുന്നത് വരെ ആ സ്ത്രീ പെൺകുട്ടിക്ക് നിർബന്ധമായിട്ട് കൊടുക്കും. അത് പെൺകുട്ടിയാണ്, പിന്നെയാണ് സ്ത്രീ ആയിട്ട് കൊടുക്കുന്നത്. എങ്ങനെയാലും ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ പോകും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുന്നത് 12 വയസ്സിന് മുമ്പുള്ള പീരീഡ് ആകുന്നതും 50 വയസ്സിന് ശേഷം നിൽക്കാതെ വരുന്നതും ആരോഗ്യപരമായിട്ട് നല്ലതല്ലാതെ. അപ്പോ ഇന്നത്തെ മക്കൾ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 12 വയസ്സിന് മുമ്പേ ആവും, അല്ലെ? 10 വയസ്സിന് 8 വയസ്സിലൊക്കെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കും, അല്ലെ? 50 വയസ്സായിട്ട് നിൽക്കാത്തതുണ്ട്, അതിന് എത്രയോ മുമ്പ് നിൽക്കുന്നുണ്ട്, എത്രയോ മാസം കൂടുമ്പോൾ മാത്രം പീരീഡ് ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. ഉണ്ടാവുന്നില്ലേ? ഇതിനൊക്കെ എന്താ പ്രതിവിധി? പീരീഡ് വരുന്ന സമയത്ത് നമ്മുടെ വീടുകളിലെ കുട്ടികള് സ്കൂളിൽ പോകാറില്ല, കോളേജിൽ പോകാറില്ല. 2-3 ദിവസം കുട്ടികൾ വയറുവേദന എടുത്ത് കഷ്ടപ്പെട്ട് കിടന്ന് ഉരുണ്ടാണ് കിടക്കുകയും, അല്ലെ? വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആ ഒരു അവസ്ഥ. എന്താ പരിഹാരം? അമ്മയോട് പോയി പറഞ്ഞ അമ്മ എന്താ പറയാ? ഇത് അങ്ങനെയാണ് മോളെ. അതാണ് പരിഹാരം. കുപ്പിയിൽ ചൂടുവെള്ളം നശിച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളത്. ഈ മാസം ഉരുട്ടണം, അടുത്ത മാസം ഉരുട്ടണം, എത്ര മാസം ഉരുട്ടണം? അതങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ളത്. ഇതല്ല പ്രതിവിധി. അതിന്റെ പ്രതിവിധിയാണിത്. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ്, ക്ലിനിക്കലി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടിയ വുമൺ ടാബ്ലറ്റ് നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ, പെൺകുട്ടികളടക്കമുള്ള സ്ത്രീകള് നിർബന്ധമായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ അതിന് വിലകൾ കുറച്ചിട്ടുണ്ട്, PV കുറച്ചിട്ടില്ല, വിലകൾ കുറച്ചിട്ടുണ്ട്. എന്നാലെങ്കിലും വാങ്ങി ഉപയോഗിക്കും. ഒരു ടാബ്ലറ്റ് എത്ര പൈസ വരും? ഒരു 10-13 രൂപ വരും, അല്ലേ? ടാബ്ലറ്റ്, വുമൺ ടാബ്ലറ്റ് 13 രൂപ കൊടുത്താൽ ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും. 13 രൂപയ്ക്ക് എന്തെങ്കിലും കിട്ടും? ഒരു കണ്ടന്റ് പോലും കിട്ടില്ല. ഇവിടെ 50 ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത് ഈ പൈസക്ക്, അല്ലേ? എന്നിട്ടാണ് അത് വലിപ്പം കൂടുതൽ കൊണ്ട് കഴിക്കാത്ത സ്ത്രീകൾ ആ ഗുളികയുടെ വലിപ്പം കുറച്ചേ ഞാൻ കഴിച്ചേനെ. ആർക്ക് വേണ്ടി കഴിക്കുന്നത്? പറയുന്നവർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വലിപ്പം. പാരസെറ്റമോളിന്റെ വലിപ്പം എത്രയാ, ഡോളറിന്റെ വലിപ്പം എത്രയാ, അത് പ്രശ്നമല്ല. കാരണം എന്താ? മോളാണല്ലോ അവസാനം, പാരസെറ്റമോൾ. അതുകൊണ്ട് അതിന്റെ വലിപ്പം പ്രശ്നമല്ല. ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കുമ്പോ ഇത് സൈഡ് എഫക്ട് ഉണ്ടോ? ഇതിന്റെ വലിപ്പം പറയാൻ പറ്റുമോ? ഗോപാൽ സാർ പറഞ്ഞ പോലെ ഇതുവരെ കഴിച്ചതെല്ലാം കൂടെ കഴിച്ച ഒരു സൈഡ് തന്നെയില്ല. അപ്പോഴാണ് ചോദിക്കുന്നത് സൈഡ് എഫക്ട് ഉണ്ടോ? ഗോപാൽ സാറിന്റെ നിലവിലാണ് ഇത്രയും കാലം കഴിച്ച സാധനങ്ങൾ കഴിച്ചിട്ട് ഒരു സൈഡേ പോയി എന്നിട്ട് ചോദിക്കാം സൈഡ് എഫക്ട് ഉണ്ടോ?
എഫക്റ്റ് ഉണ്ടോന്നല്ലേ ചോദിക്കേണ്ടത്, അല്ലേ? അത് അറിയില്ല. അപ്പൊ ആളുകൾ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റു പറയാൻ പറ്റില്ല? കാരണം ഇതുവരെ അവരുടെ ലൈഫിൽ പലതും ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അവർ പോയതുകൊണ്ടാണ് ഇതിനെ കാണുന്നത് പേടിച്ചതും. അത് തെറ്റുപറ്റ കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ചില ഡോക്ടർമാർക്ക് നമുക്ക് ഡോക്ടർ പറയില്ലേ, കണ്ണിങ്ങനെ താത്തി നോക്കി, അല്ലെ, പുഴയിൽ താത്തി നോക്കി, നാവ് കിട്ടാൻ പറയുന്നു, കയ്യിൽ നഖം നോക്കുന്നു, കൈപ്പത്തി നോക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, HIV ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കിക്കൂടെ? അങ്ങനെ നമ്മുടെ കയ്യിൽ പുസ്തകമില്ലേ, എന്നോട് പുസ്തകം എത്ര കയ്യിലുണ്ടാ പുസ്തകം? ഇതുകൊണ്ട് പോയിട്ട് വീട്ടിൽ കയറി ടച്ചടിക്കാതെ നിങ്ങളെ നാവ് കേട്ട് ഒത്തിരിക്കാതെ കുറ്റം പറയാൻ നിൽക്കണ്ട. അവിടെയുള്ള മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പറയാ ഒന്ന് നോക്കാൻ വേണ്ടി. നമ്മൾ നോക്കിയാലേ കുഴപ്പമുള്ളൂ, അല്ലേ? അമ്മ മകളുടെ നോക്കട്ടെ, മകൾ അമ്മയുടെ നോക്കട്ടെ. അപ്പൊ നോക്കുമ്പോ പുറകിട്ട് വേണ്ട, യെസ് വെരി ഗുഡ്, നല്ല കൈ സാറിന് കൊടുക്കൂ, ഇതാണ് സാധനം. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലാവും, അല്ലേ? HIV പരിശോധിക്കാൻ ലാബിലൊന്നും പോകാതെ തന്നെ നമുക്ക് HIV പരിശോധിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ തരത്തില് പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ HIV കുറവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുന്നത്? ന്യൂട്രിഷൻ ടാബ്ലറ്റ് അവർക്ക് നിർദ്ദേശിക്കുക, 50 ന്യൂട്രിയൻസ്. അത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിച്ചിട്ട് പറയും അത് കഴിച്ചതിന് ശേഷം തോന്നുന്നു വല്ലാതെ വയറ്റിനുള്ളിൽ കിടന്നെങ്കിലും വീണ്ടും അറിയാം ഗ്യാസിന്റെ പ്രശ്നം മറിഞ്ഞില്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞ കാര്യം. വെള്ളം കുടിക്കില്ലല്ലോ, ഈ കുടിക്ക് എങ്ങനെ കഴിക്കാം? ഇപ്പൊ കൂടുതലാണെങ്കിൽ ശരി, വായിലേക്ക് മുന്നിലൂടെ ഇറക്കാൻ പറ്റുമോ പോലെ എന്താണ് വെള്ളം കുടിക്കുക? 2 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ടും അതിന്റെ കൂടെ കുടിക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ പിന്നെ ഗുളിക കഴിക്കണമെന്നുണ്ടേ, ടാബ്ലറ്റ് കഴിക്കണമെന്നുണ്ടേ, അല്ലേ? എന്റെ വെള്ളം കുടിക്കുന്നത് 53 ന്യൂട്രിയൻസ് ഗുളിക വരുന്നതിലാണ്. ഇതിനെ ജ്യൂസ് ആക്കി മാറ്റി ബ്ലഡിൽ എല്ലാத்தைയും കൊണ്ടുപോകണമെങ്കിൽ എന്തിന്റെ സപ്പോർട്ട് വേണം? വെള്ളത്തിന്റെ സപ്പോർട്ട് നിർബന്ധം. അല്ലാണ്ടൊന്നും ഒരു റിസൾട്ടും കിട്ടാൻ വേണ്ടി പോകില്ല. അപ്പൊ നിർബന്ധമായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടി പറയാം. സ്ട്രോബെറി പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒന്നിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താ ലാഭം? 2 ഗ്ലാസ് വെള്ളം ലാഭം, ശരിയല്ലേ? ഷെയ്ക്കിന്റെ കൂടെ ഇട്ടിട്ട് മെഴുകി കഴിഞ്ഞാല് ഒറ്റയ്ക്ക് കാര്യം സാധിച്ചു. വെള്ളം 2 ഗ്ലാസ് പോയി ഉള്ളിലേക്ക് പോയില്ല. അപ്പൊ ഏതാ നല്ലത്? അത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോ. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം നിർബന്ധമായിട്ട് കൂടെ കഴിച്ചാൽ ശരീരത്തിന് തന്നെയാണ് ഗുണം. ഈ രീതിയിൽ സ്ത്രീകൾ നിർബന്ധമായിട്ടും അത് ഉപയോഗിക്കുക. 1 മാസം കൊണ്ട് പോലും HIV ലെവല് എത്രയോ താഴെ നിന്നത് 10 മേലിൽ 12 ആയ ധാരാളം അനുഭവങ്ങളുണ്ട്. ഉണ്ടായിട്ട് അനുഭവം കഴിക്കുന്നതൊക്കെ അറിയാനേ ആ രീതിയിലേക്ക് കൊടുത്തോളൂ, ഈ സമയത്ത് കൊടുത്തോളൂ. അപ്പൊ സ്ത്രീകൾ, പുരുഷന്മാർക്ക് അതിനെ പറ്റിയ പ്രോട്ടീൻ പൗഡർ വേറെ ഉണ്ട്, മെന്റാബ്ലറ്റ് ഉണ്ട്, അല്ലേ? ഇതാ വുമൺ ടാബ്ലറ്റ് കാണാത്ത ആരെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വുമൺ ടാബ്ലറ്റ് കേട്ടോ, കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്, കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് അയൽവാസിക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം. എന്തൊരു വിശ്വാസം നോക്കിയാൽ ആദ്യം കഴിക്കേണ്ടത് ഞാൻ. എന്നിട്ട് വേറെ ആളെ പരീക്ഷിച്ചിട്ട് വേണം നോക്കിയാൽ. മെന്റാബ്ലറ്റ് ഇതാണ് 33 ന്യൂട്രിയൻസിന്റെ മെന്റാബ്ലറ്റ്. നേരത്തെ പറഞ്ഞ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനം തവണ കാണാത്തവർക്ക് വേണ്ടി കാണിക്കാം. ഇതാണ് ഹെൽത്ത് ഗാർഡ് ഓയിൽ. നല്ലൊരു കൈ ഇതിന് കൊടുക്കണം. അപ്പൊ ഫിസിക്കലി റിഫൈൻഡ് ആയിട്ടുള്ള റൈസ് ബ്രാൻ ഓയില് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു മാർക്കറ്റിൽ ധാരാളം തവണയുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല 100% തവണയില്ല. വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ സൺഡ്രോപ്പ്, സഫോള ഗോൾഡ് മറ്റ് തവണ വരുന്നുണ്ട്. പക്ഷെ അതിൽ 80% മാത്രമേ റൈസ് ബ്രാൻ ഓയിലുള്ളൂ. ബാക്കി 20% മറ്റ് ഓയിൽ ആഡ് ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും 2 ഓയിലുകൾ ചേർത്ത് ചൂടാക്കി നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. ഒരെണ്ണ തന്നെ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും, അല്ലേ? അതിന് ട്രാൻസ്ഫർ ഫോം ചെയ്യും. പക്ഷേ 2 നെയ്വ് വരുന്ന സമയത്ത് എന്തായിരിക്കും പ്രശ്നം, അല്ലേ? ഒരു കാരണവശാലും പാടില്ല. അപ്പൊ ഇത് 100% തവണ മാത്രമല്ല ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ്. ആ എണ്ണ മാത്രമേ അകത്തേക്ക് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ, കണ്ണിലിട്ടിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം അതിന് മാത്രമേ ആ പ്യൂരിറ്റി ഉള്ളൂ. കണ്ണിലിട്ടിക്കാൻ പറ്റുന്ന ആ പ്രൊഡക്റ്റ് പ്യൂരിറ്റിനെ പറ്റി വേറെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ടാകും. അത്ര മാത്രമാണ്. പ്രോട്ടീൻ പൗഡർ, ടാബ്ലറ്റുകൾ, വൈറ്റമിൻസ് കിട്ടാൻ ഫൈബറിന്റെ കുറവാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? ഭക്ഷണത്തിൽ 30 ഗ്രാമെങ്കിലും ഫൈബർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കണം എന്നാ പറയാം. 30 ഗ്രാമെങ്കിലും സോലുബിൾ ഫൈബറിന്റെ ഇൻസുലിൻ ഫൈബർ ഉണ്ട്. എന്തായാലും ഇലക്കറികൾ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ ഒരു പ്രശ്നമായി കിട്ടും. ദഹനം നല്ലപോലെ നടക്കും. ഫൈബറിന്റെ ആവശ്യം എന്താ? ദഹനം നല്ലപോലെ നടക്കണം, മോഷണം നല്ലപോലെ ക്ലിയർ ആവണം. ഇത് 2 ശരിയാകല്ലേ ശരി. അപ്പോ
അതിന്റെ ആ ഒരു കുറവ് പരിഹരിക്കാൻ നമ്മൾ തവിടുകൾ ഉപയോഗിക്കുക. തവിട് ധാരാളം പണ്ടത്തെ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു, ഇന്ന് നമുക്ക് തവിട് കിട്ടാനില്ല. പക്ഷെ തവിട് എണ്ണ കിട്ടാനുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഫൈബറിന്റെ ഒരു പോരായ്മ നമുക്ക് നിരത്താൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ എണ്ണ കഴിക്കുക, പ്ലസ് ഭക്ഷണത്തിന് പാചകത്തിന് മുഴുവനും ഈ എണ്ണയിൽ തന്നെ പലഹാരം ചെയ്തോളൂ. നെഞ്ചരിച്ചിട്ട് പുരുഷരിലൊക്കെ സ്ഥിരമായിട്ടുള്ള ആളുകൾ എണ്ണ പലഹാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മുടെ ഈ റൈസ് ബ്രാൻ ഓയിലില് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ അവർക്ക് യാതൊരു നെഞ്ചരിച്ചിലുള്ള പുരുഷരില്ല. എന്തായാലും അർത്ഥം അല്ലേ? അപ്പൊ അത്രമാത്രം ഗുണമുണ്ട് ഈ രീതിയിലേക്ക്. ഫൈബർ അത് കഴിഞ്ഞാൽ പിന്നെ ഒമേഗ 3 ആണ്. ഒമേഗ 3 പല ആളുകളും വെജൊമേഗ കഴിക്കുന്നവരാണ് അല്ലേ? വെജൊമേഗ കഴിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? കുറേ ആളുകളുണ്ട്. എത്ര വീതം കഴിക്കുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? കുറച്ച് പേരൊക്കെ 2 എണ്ണം 1 എണ്ണം കഴിക്കുന്നു അല്ലേ? എത്ര എണ്ണം കഴിക്കണം വെജൊമേഗ ഒരു ദിവസം? എത്രയാണ് അതിന്റെ ഒരു ആവശ്യകത? നമ്മുടെ ശരീരത്തിൽ ഒമേഗ 3 ആവശ്യകത എത്രയാണ്? ഒരു പ്രായപൂർത്തിയാണ് സംബന്ധിച്ചിടത്തോളം 1000 mg വേണം അല്ലേ? 1000 mg വേണം. ഒരു ക്യാപ്സൂൾ എത്ര mg ഉണ്ട്? 250. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാപ്സൂൾ കഴിച്ചാൽ എത്ര mg കിട്ടും? 1000 ആണ് വേണ്ടത്. പക്ഷെ ഒന്നേ കഴിക്കുന്നത് എത്ര കിട്ടും? 250 കിട്ടും. അപ്പൊ 750 mg ഡെഫിഷ്യൻസി ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. എന്തിനായിട്ട് കഴിക്കുന്നതിന്? ഒരെണ്ണം കഴിക്കുന്നവർ കഴിക്കാതിരിക്കാം, 2 എണ്ണം കഴിക്കുന്നവർ അത് 3 എണ്ണാക്കി മാറ്റാം. മനസ്സിലായില്ലേ? 3 എണ്ണം കഴിക്കുന്നവര് 4 ആക്കിക്കോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ എണ്ണം പിന്നെ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ലെവലിൽ നിന്നോട്ട്. കാരണം 3 എണ്ണം കഴിക്കാൻ പറയുന്നത് 3 എണ്ണം കഴിക്കുമ്പോൾ 750 കിട്ടും അല്ലേ? പിന്നെ ബാക്കി കുറച്ച് ഫുഡുകളും കൂടെ കിട്ടും. നമുക്ക് ഏകദേശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശരിയല്ലേ? അപ്പോ 3 എണ്ണത്തിൽ കുറച്ച് വെജൊമേഗ കഴിക്കരുത്. ഗാമ കഴിക്കുന്ന എത്ര പേരുണ്ട്? കുറേ ആളുകളുണ്ട്. എത്ര പേര് കഴിക്കുന്നു? ഇപ്പൊ പോലെ ഇപ്പൊ 2ആയില്ല. ഒരെണ്ണം ഗാമ കഴിക്കരുത്. ഒരെണ്ണം കഴിക്കാതിരിക്കും പ്ലീസ്. മിനിമം ഡോസേജ് എത്രയാ? 2 ക്യാപ്സൂളാ. ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ഗാമ ഓറിസോൾ കഴിക്കാം. അപ്പൊ എണ്ണ കഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഗാമ ഒഴിവാക്കണ്ട, ഗാമ കഴിക്കുന്നത് കൊണ്ട് എണ്ണയും ഒഴിവാക്കണ്ട. വെറുതെ തവണ കഴിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു 2 സെൽഫൂടുള്ള കുടിക്കുക. അതിനുശേഷം എന്തെങ്കിലും വ്യായാമം ചെയ്യാം പറ്റുന്ന രീതിയിൽ. വലിയ കാര്യമൊന്നും ചെയ്യണ്ട, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അത് വലിയ റിസൾട്ട് വരും. എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക? രാവിലെ എഴുന്നേറ്റാല് നടക്കാം, ഓടാം, സ്റ്റെയർകേസിൽ കയറാം അല്ലേ? ഇതൊക്കെ ചെയ്യാം. അപ്പൊ ചെറിയ വ്യായാമം ഒരു 10-24 മിനിറ്റ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിനുവേണ്ടി മാറ്റി വെക്കാം. ഒരു ദിവസം 24 മണിക്കൂറാണ് അല്ലെ? 24 മണിക്കൂറിൽ 24 മിനിറ്റ് എങ്കിലും സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറായാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വലിയ സമയം നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും? മറ്റു സ്ഥലങ്ങളിൽ കൊടുക്കേണ്ടി, ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ പറയുന്ന ഫുഡ് സപ്ലിമെന്റ് കൃത്യമായിട്ട് ഫുഡ് സപ്ലിമെന്റ് എന്നാ പറയുന്നത്. എന്താ ഫുഡ് സപ്ലിമെന്റ്? പേപ്പർ നമ്മൾ വരുത്തുന്ന വീട്ടില് ഞായറാഴ്ച വരുന്നതിന് സൺഡേ സപ്ലിമെന്റ്. എന്താ പ്രത്യേകത? അതുവഴി ഇതിനകത്തൊരു വാർത്ത ആ ഷീറ്റിലുണ്ട്. അഡീഷണൽ ആയിട്ട് വാർത്ത വരും എന്ന് പറഞ്ഞത് ഭക്ഷണം 3 നേരത്തിൽ 4 നേരം കഴിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തില്ല? പോഷകങ്ങളില്ല. ആ പോഷകങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ ഫുഡ് സപ്ലിമെന്റും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോ ഇതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ഇത് PV കിട്ടാൻ വേണ്ടിയല്ല. പിന്നെയോ PV അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. PVMFG കഴിക്കുമ്പോൾ PV അതിന്റെ സൈഡ് ബൈ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ മെയിൻ ആയിട്ട് ഇത് കഴിക്കുന്നത് സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി. അപ്പോ ചില ആൾക്കാരെ നിർബന്ധമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധിക്കുമ്പോൾ പറയും ഇദ്ദേഹം എന്തോ PV കിട്ടുന്നുണ്ടാണ്. ലീഡറാണോ നിർബന്ധിക്കണേ? താഴെ ആര് വാങ്ങി വേദിയിൽ ആർക്ക് കിട്ടും PV? നേരെ അല്ലോ. ഞാനല്ല പ്രോട്ടീൻ കൊണ്ട് കഴിച്ചിട്ടൊന്നും മുമ്പ് തൽക്കാലം വെജൊമേഗ കഴിക്കാം, ഗാമ കഴിക്കാം. അതുകൊണ്ടാണ് നിൽക്കട്ടെ. പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിലും വലിയ പൈസ കൊടുക്കണമെന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കും. പക്ഷെ നഷ്ടം അവനെല്ലാം മനസ്സിലാക്കുക. അപ്പോ PVMFG ബ്രേക്ക്ഫാസ്റ്റ് ഒരു ശീലമാക്കി മാറ്റാം. അതിന്റെ കൂടെ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. ഒന്ന് കൈയൊക്കെ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഒരു 10 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വിടാം. നല്ലതാ. ആർക്ക്? ചെയ്യുന്ന ആരാണോ ചെയ്യുന്നത് അവർക്ക്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഫസ്റ്റ് ജോയിന്റില്ലേ ഇത് മാത്രം ഒരു 10 പ്രാവശ്യം ഫസ്റ്റ് ജോയിന്റ്, 2ാമത്തെ പ്രാവശ്യം സെക്കൻഡ് ജോയിന്റ് മാത്രം, 3ാമത്തെ പ്രാവശ്യം മാത്രമേ ഇത് മുഴുവൻ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്താ വേഗം നിർത്തിയത്? അധികം പേരും ചെയ്യുന്നില്ലല്ലോ, പെട്ടെന്ന് നിർത്തിയത്. എന്താ കാരണം? മറ്റുപോവാണ് അല്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ആലോചിച്ചു. ഹൃദയം പിടിക്കുന്നവരുണ്ടാ? വീഡിയോ ഉണ്ടാവില്ലേ? ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സാധനം. ഇതിങ്ങനെ പമ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് മസിൽ വേണം. ആ മസിലിന് എന്ത് വേണം? പ്രോട്ടീൻ വേണം. ഈ പ്രോട്ടീൻ വേണം നമ്മൾ കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ ഇതിന് മസിൽ ഉണ്ടാവോ? മസിൽ വേണം. അപ്പൊ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കും അല്ലേ?
എന്നിട്ടോ ആ ഹൃദയത്തിന് വേണ്ടിയിട്ട് ഹൃദയം സെറ്റാകാതിരിക്കാനാണ് രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതും ഓടുന്നതും സകല അഭ്യാസവും പേടിച്ചിട്ട് ചെയ്യുക. ഇതെല്ലാം നിന്ന് പോയെങ്കിലോ ദൈവമേ എന്ന് വിചാരിച്ചു അല്ലേ? അപ്പോ ഈ ഹൃദയം എന്ന മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതാ? അമ്മയുടെ ഉദരത്തിലും അല്ലെ ആ രൂപം കൊണ്ട കാലം മുതലേ ഈ സാധനം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ കുറെ കാലം ഇത് ചെയ്യുന്ന ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചാലോ പരിപൂർണ്ണ റെസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഹൃദയം അങ്ങനെ പ്രവർത്തിക്കുന്നു. നമുക്ക് കൈയൊന്ന് നിവർത്തിപ്പെടുത്തി 10 പ്രാവശ്യം പോലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്നിട്ട് ചില ആൾക്കാർ എനിക്ക് ഗ്ലാസ് ഇങ്ങനെ പിടിക്കാൻ ഇത്രയും കൈ വരുന്നു, എത്ര ഇത്രയും വരുന്നത് മുഴുവൻ പിടിക്കാൻ പറ്റുന്നില്ല. കൈ പൊതിക്കുന്നത് പക്ഷെ ഇത്രയും പൊന്തുകൊള്ളു. അലക്ക് നിർത്തി, വെള്ളം കോരൽ നിർത്തി, വെറുതെ കിട്ടുന്ന പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ ഇത് മുഴുവൻ മിഷനായി. ഈ വിരൽത്തുമ്പിലാ കാര്യങ്ങൾ മുഴുവൻ. ഈ വിരലും കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? സ്ത്രീകൾ ആ രീതി പറയല്ല. പക്ഷെ എന്നാലും വീട്ടിൽ എക്യുപ്മെന്റ്സ് മുഴുവൻ അങ്ങനെയായില്ലേ അല്ലേ? ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ ടാങ്കിൽ വെള്ളമില്ല, എന്ത് ചെയ്താൽ മതി? സ്വിച്ച് അല്ലേ? പിന്നെ വാഷിംഗ് മെഷീൻ സ്വിച്ച്, മിക്സി ഇതേ സ്വിച്ച് തന്നെ അല്ലേ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വിച്ചിലല്ലേ ഉള്ളത്. അപ്പൊ ഈ വിരലിന്റെ പ്രശ്നമൊന്നുമില്ല, വിരൽ എന്നുള്ള കാര്യം. അപ്പോ നമ്മുടെ ബോഡിയിൽ ഫാറ്റിങ്ങിന് അപ്പൊ ആ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഇല്ലാതെ വന്നപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് തുടങ്ങി. അതുകൊണ്ട് ഒരു ദിവസം 20 മിനിറ്റ് ഇപ്പൊ സ്ത്രീകൾ പറയും എനിക്ക് പ്രത്യേകിച്ച് വ്യായാമത്തിന്റെ ആവശ്യമില്ല, കാരണം ഞാൻ അടുക്കളയിൽ കൂടെ നടക്കുന്നതപ്പം നേരെ നടന്നാൽ ഞാൻ അങ്ങനത്തെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് വ്യായാമമല്ല. ചിലർ പറയും ഞാൻ രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെ അധ്വാനിക്കുന്നു, വിറക് കീറുന്നു, പാറ പൊട്ടിക്കുന്നു. അത് എന്തല്ല? വ്യായാമമല്ല. പിന്നെന്താ? അധ്വാനം. വ്യായാമം വരെ അധ്വാനം. വ്യായാമം എന്ന് പറയുമ്പോൾ ശരീരത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് പോലെ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് വ്യായാമമായിട്ട് മാറും. അപ്പൊ 24 മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് മാറ്റി വെക്കണം. അപ്പൊ ഒന്ന് കൈയ്യിങ്ങനെ ഇപ്പൊ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് ശരിക്കും ചെയ്യുന്ന കാര്യം ഒരു നല്ലൊരു കോട്ടൺ ക്ലോത്ത് ടവലൊക്കെ ആണെങ്കിൽ ഒരു 4 ആക്കി മടക്കി ഒരു ചെറിയ കോട്ടൺ ക്ലോത്ത് കോട്ടൺ ആയിരിക്കണം. എന്നിട്ട് മുഖം മുതൽ ശരീരം മൊത്തം റെപ്പ് ചെയ്യണം. എക്സസൈസ് വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ആദ്യം മൊത്തത്തിൽ ഒന്ന് റബ്ബ് ചെയ്യും. അതിനുശേഷം കൈ ഇങ്ങനെ ചെറുക്കി പിടിച്ചിട്ട് അവനവന്റെ ശരീരം ചലിച്ചാൽ മതി, അല്ലാണ്ടല്ലോ. അപ്പൊ അന്ന് ടാപ്പ് ചെയ്യാം. മൊത്തത്തില് ഇങ്ങനെ തുടങ്ങാം. ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും കൈ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയറിന്റെ ഭാഗത്ത് മാത്രം അടിക്കാൻ വേണ്ടി പാടില്ല. അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസിൽ, ആന്റി ക്ലോക്ക് വൈസിൽ ഒരു 10-20 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഒരു വൈബ്രേഷൻ, കൈ ഇങ്ങനെ ലൂസ് ആക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു വയ്ക്കും. ചേർന്നതോട് ചിലപ്പോൾ പറ്റില്ലല്ലോ, പക്ഷെ ഫ്രീ അല്ല, അങ്ങനെയല്ല. ഫ്രീ ആക്കിയിട്ട് ഈ കുടയുമ്പോ ശരിക്കും ഇങ്ങനെ കിട്ടണം. അതിന്റെ സുഖം മേലേക്ക് ഇങ്ങനെ വൈകിട്ട് നോക്കി എന്തായാലും സുഖം അറിയാം. മസിലുകൾക്ക് ഒന്ന് ഫ്രീ ആവും അല്ലെ? ശരിയും മസിലുകൾക്ക് ഒന്ന് ഫ്രീ ആവും. അപ്പൊ ഇതേപോലെ നമ്മൾ കൈക്ക് ചെയ്യാം, കാലിനും ചെയ്യാം. കാലിന് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാല് വിരലുകളാണ് ടൈറ്റ് ചെയ്യുക, റിലീസ് ചെയ്യാം, വിരലുകൾ മാത്രം. എന്നിട്ട് കാലിന്റെ പാദം ഇങ്ങനെ താഴേക്ക് മേലേക്ക് ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് വലത്തേക്കാൽ വലത്തോട്ട് ഒരു 10 പ്രാവശ്യം, ഇടത്തോട്ട് ഒരു 10 പ്രാവശ്യം, ഇതേപോലെ ഇടത്തേക്കാൽ. എന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ആ കാലുകൾ തന്നെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യണം. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാലും ഒന്നിച്ച് ചെയ്യണം. മനസ്സിലായിട്ടോ അല്ലേ? അത് മാത്രം കൈ 2 ഒന്നും ചെയ്യാൻ കുഴപ്പമില്ല, കാരണം ഫ്രീയാണല്ലോ. പക്ഷെ ആ കാല് മാത്രം ഒന്നും ചെയ്യാതിരുന്നാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഒന്ന് നിന്ന് 5 മിനിറ്റ് ഓടുക അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അത്യാവശ്യം ന്യായമായി. പണ്ട് സ്ത്രീകള് പെൺകുട്ടികളൊക്കെ സ്റ്റിപ്പിങ് കയറിങ്ങനെ ചാടുന്നൊരു പരിപാടി. കയറ് മാറ്റി നമുക്ക് കയറ് വേണ്ട കേട്ടോ അല്ലേ? എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ട്? ഇതൊക്കെ ചെയ്യാം ഒന്നുമില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാം, ഉള്ള സമയത്ത് ചെയ്താൽ മതി. അപ്പൊ ഈ രീതിയിൽ ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ 10-20 മിനിറ്റ് ആവും കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിലേക്ക് വ്യായാമത്തിന് വേണ്ടി കഴുത്തൊക്കെ ഇങ്ങനെ വട്ടാൻ പറ്റും. ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് ഇവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടോ ഇങ്ങനെ തിരിച്ചതുപോലെ. ഇതാണ് ഒന്ന്. ചിലത് 2 സമയമില്ലാത്തവര് വേഗം എണ്ണം എടുത്തിട്ട് പോകല്ലോ. ഇതൊന്നാണ്. ഇങ്ങനെ ഒരു 10-20 പ്രാവശ്യം ചെയ്യാം. എന്നിട്ടോ കൈ ഒരു 10 പ്രാവശ്യം മുമ്പോട്ട് ഇങ്ങനെ കറങ്ങുക, തിരിച്ചൊരു 10 പ്രാവശ്യം. എന്നിട്ട് ഷോൾഡറിന് വേണ്ടി ഇരിക്കാൻ മുമ്പോട്ട് ഒരു 10 പ്രാവശ്യം, തിരിച്ചതുപോലെ 10 പ്രാവശ്യം. ഇതൊക്കെ ചെയ്യുമ്പോൾ കഴുത്തിനും ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നല്ലോണം ഫ്രീ ആവും. ഇത് പെട്ടെന്ന് ഇങ്ങനെ പേര് വിളിച്ച് സൈഡിൽ പേര് വിളിക്കുമ്പോൾ പിന്നെ കഴുത്തിങ്ങനെ. പിന്നെ ഇപ്പൊ നേരം വിളിച്ചാലാണ് കഴുത്തിന് വെറുതെ വൈദ്യുതി. ഇത് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്താല് ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് അവനവന്റെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതൊന്നും ചെയ്തില്ലെങ്കിലാണ് നമ്മള്
മരുന്നിനെ ആശ്രയിക്കേണ്ടി വരിക. ശരിയല്ലേ? നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല, ജീവിതശൈലി ശരിയല്ല, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. രോഗങ്ങൾ വന്നാൽ പിന്നെ രക്ഷയൊന്നുമില്ല, ഡോക്ടറെ കാണിക്കാൻ മരുന്ന് കഴിക്കാന്നുള്ളതാണ്. ഒക്കെ വേണം, ഡോക്ടറും വേണം, മരുന്നൊക്കെ വേണം, ആവശ്യത്തിന്, അത്യാവശ്യത്തിന്. ആവശ്യത്തിന് ഞാൻ പറയില്ല, അത്യാവശ്യത്തിന് അല്ലേ വേണ്ടത് ആ സമയത്ത് മാത്രം. പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ആ മരുന്ന് നിന്ന് പിന്നെ അവർക്ക് മോചനമില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഷുഗർ വന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുകയാണ്. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നത് ജീവിതകാലം മുഴുവൻ കഴിക്കുന്നു. ബി.പിക്ക് വന്ന ആള് ബി.പി വന്നു കഴിഞ്ഞാൽ ബി.പിക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നു. ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമെന്താണ്? ഇതൊരു സൈഡ് എഫക്ട് അത്രയും വലുതാണ്. ഡോക്ടർ ഹെക്ടർ പറയുന്നു 34% ആളുകൾ ഇവിടെ മരിക്കുന്നത് രോഗങ്ങൾ വന്നിട്ടുള്ള പിന്നെയോ മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ടാണെന്ന് എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് പറയാം. എല്ലാവരും പറയില്ല, എല്ലാവരും അതിനുവേണ്ടി ഇരിക്കുന്നവരല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയില്ല. പക്ഷെ ചില ആളുകളെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയും. പാരസെറ്റമോൾ എന്ന് പറയുന്ന ഗുളിക ബാൻ ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി, ഇന്നും നമുക്കത് അവൈലബിൾ ആണ് അല്ലേ? അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ 1000 കോടി രൂപയോളം കമ്പനികൾക്ക്, ഡോക്ടേഴ്സിന് കമ്പനികൾ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കൊണ്ടിരിക്കുക. ബി.പിക്ക് കഴിക്കുന്ന മരുന്നിലും ഷുഗറിന് കഴിക്കുന്ന മരുന്നിലും ക്യാൻസറിന് കാരണമാണ് കണ്ടന്റ് കണ്ടെത്തിയെ തുടർന്ന് പല മരുന്നുകളും ബാൻ ചെയ്തു, പലരും പിൻവലിച്ചു. സാധാരണക്കാരൻ അറിയുന്നില്ല അല്ലെ? 2019 10,000 അലോപ്പതി മെഡിസിൻസ് നിരോധിച്ച നാടായി 2019. ഇത് 2025 കഴിയാറ് 26 എന്തായിരിക്കും അവസ്ഥ അല്ലെ? സാധാരണഗതിയിൽ അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാവും നമുക്കറിയാം. നിരോധിച്ച മരുന്നും കൂടെ കഴിക്കുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവും? അപ്പോ ഷുഗറിന്റെ വേരിയേഷൻ വരുമ്പോ, ബി.പിയുടെ വേരിയേഷൻസ് വരുമ്പോ നമ്മുടെ ജീവിത രീതികൾ അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിക്കണം. മരുന്നിനാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ആര് കൺട്രോൾ ചെയ്യും? മരുന്ന് നമ്മളെ കൺട്രോൾ ചെയ്യും. ആ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ശരീരം വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ അതിന് നിൽക്കുന്ന ധാരാളം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങുന്ന കാര്യം പറഞ്ഞു, ഷുഗർ, കൊളസ്ട്രോൾ, ബി.പി, അൾസർ, പൈൽസ് അല്ലെ, ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ എല്ലാത്തിനും മരുന്നാണ്. പ്രതിരോധ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ ഡയബറ്റിക്കിന് മാത്രമായിട്ട് ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നു, മധുശ്രീ രസം അല്ലേ? വീട്ടിൽ റിസൾട്ട് ഉണ്ടാകുമെങ്കിലും പറയാൻ പറ്റുന്ന റിസൾട്ടുകൾ. മധുശ്രീ രസം കഴിച്ചിട്ട് റിസൾട്ട് യെസ് സാർ റിസൾട്ട് ഉണ്ട്. എത്ര മാസം കഴിച്ചു? 4 മാസമായിട്ട് കഴിച്ചു. അപ്പൊ എത്രയുണ്ടായിരുന്നു ഷുഗർ? 120-150 വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സാറ് മധുസന്യ രസം അതൊന്നുകൂടെ കാണിച്ചു കൊടുക്കാൻ സാറേ. ഒന്ന് മധുസന്യ രസം ഉണ്ടോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് രസം കാണിച്ചു കൊടുക്കുന്നത്? അതൊരു കഷായമാണ് സാർ. 470 400 70 വന്നു. ഇതാണ് മത്സ്യം സാർ കൊണ്ടുവരുന്നത്. ഇതാണ് മത്സ്യം. ഇതൊരു കഷായ കൂട്ടാണ് കേട്ടോ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പല കണ്ടന്റുകൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു കഷായമാണ് ഇതാണ്. ഇത് 30 മില്ലി, ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. 30 മില്ലി രാവിലെയും രാത്രി ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 30 മില്ലി ഇതുകൂടെ ചേർത്ത് 2 നേരം ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് കഴിച്ചോളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊഡക്റ്റ് ഏത് ഉപയോഗിക്കുമ്പോഴും, ഇപ്പൊ ഷുഗറിന്, കൊളസ്ട്രോളിനൊക്കെ പറഞ്ഞ ഏത് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാം. കാരണം ഇത് മരുന്നാണ്, ഇത് മരുന്ന് അവർ കഴിക്കുന്നതാണ് മരുന്ന് അല്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെ ചെക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ ഷോർട്ട് ടൈമിൽ ചെയ്യാൻ വേണ്ടി പറയും. 1 മാസം കൂടുമ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം. കാരണം മരുന്നും ഇതും കൂടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അത് കുറഞ്ഞു പോകാനുള്ള സാധ്യത. മനസ്സിലായി? ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ. നമ്മൾ ഡോക്ടർ അല്ല കൊടുക്കുന്നത്, മരുന്നുമല്ല. പക്ഷേ അപ്പോ മത്സ്യന്റെ രസം ഈ രീതിയിൽ കൊടുക്കും. വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മരുന്നിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. കാരണം ഈ പറയുന്ന സകല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത് അല്ലേ? എല്ലാ രോഗങ്ങളല്ലേ? ഷുഗർ, കൊളസ്ട്രോൾ, ബി.പി, അൾസർ, പൈൽസ് എല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലാണ്. എങ്ങനെയാ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്? എങ്ങനെയാ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്? തെറ്റായ ജീവിതശൈലി കൊണ്ടല്ലേ? തെറ്റായ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ശരിയായ ജീവിതശൈലി കൊണ്ട് വേണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? മരുന്ന് ഉപയോഗിക്കുന്നു. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോ
ജീവിതശൈലി രോഗം ഉണ്ടാവുന്നതിന്റെ കാരണത്തെ പഠിച്ച് ആ കാരണത്തെ ചികിത്സിച്ചാൽ രോഗം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് രോഗികളുണ്ട്. തലവേദന വന്നാൽ പാരസെറ്റമോൾ ഉണ്ട്, പനി വന്നാൽ പാരസെറ്റമോൾ ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? രോഗികളുടെ ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത് അല്ലേ? രോഗത്തെ കാരണത്തിലുള്ള ചികിത്സ എല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ പലതും ഇപ്പൊ പാൻക്രിയാസിന്റെ പ്രവർത്തനം തകരാറായി ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയി വിചാരിക്കാം. അലോപ്പതി മരുന്ന് പോകുമ്പോ ഗുളിക കൊടുക്കും, ഇൻസുലിൻ കൊടുക്കും. സംഭവിക്കുന്നത് എന്താ? ബൈപ്പാസ് സംവിധാനമാണ്. പാൻക്രിയാസ് നന്നാവുന്നുണ്ടോ? പാൻക്രിയാസ് നന്നാവുന്നില്ല. നമ്മൾ കഴിക്കുന്ന പ്രവർത്തനങ്ങളുള്ള ഷുഗറിന്റെ മരുന്നാണോ? അല്ല. എന്താ ചെയ്യുന്നത്? പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു ഓർഗൻ, ഒരു അവയവം തകരാറിലായാൽ അതിനെ റിപ്പയർ ചെയ്യലേ വേണ്ടത് അല്ലേ? ഉടനെ എടുത്ത് മാറ്റം ചെയ്യാം, മുറിച്ച് മാറ്റം ചെയ്യാം അല്ലേ? അങ്ങനെ മാറ്റാൻ വേണ്ടി പാടില്ല. ഒന്നും നമ്മുടെ ശരീരത്തിൽ വെറുതെ തന്നിട്ടില്ല അല്ലേ? വെറുതെ ഒന്നും തന്നില്ല. എല്ലാ അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഗ്രന്ഥികളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ച് ആ മുറിച്ച് മാറ്റി ഒഴിവാക്കിക്കൊണ്ട് ആ ഗ്രന്ഥിയെ അല്ലെങ്കിൽ ആ അവയവത്തിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ആക്കി മാറ്റുന്ന പോഷകങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ന്യൂട്രിചാർജ് ഗ്ലൈസൻ പൗഡർ ടാബ്ലറ്റ് എന്താ ചെയ്യുന്നത്? പാൻക്രിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അല്ലെ? ഇൻസുലിൻ ശരിയായ രീതിയിലേക്ക് പ്രൊഡ്യൂസ് ആവുന്ന തരത്തിലേക്ക് പാൻക്രിയാസിനെ മാറ്റിയെടുക്കുക ചെയ്യുന്നത്. റിപ്പയറിംഗ് നടക്കുന്നത് അവിടെ. കാലാകാലം ഉപയോഗിക്കുന്നത് വേണ്ട. 1, 2, 3 മാസം ഉപയോഗിക്കുമ്പോൾ സീരിയസ് കേസൊക്കെ ആണ് ചിലപ്പോൾ 2-3 മാസം ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം ചെക്ക് ചെയ്യാം, പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഹെൽത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി. അത് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ മുഴുവനും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മരുന്ന് ഒഴിവാക്കിയാൽ അല്ലേ? നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വന്നാൽ. അപ്പൊ ആദ്യം മരുന്ന് കഴിക്കണം, അതിന്റെ കൂടെ തന്നെ സപ്ലിമെന്റ് ഉപയോഗിക്കാം, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. നോർമൽ ആയി കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നതനുസരിച്ച് മരുന്നിന്റെ ഡോസ് ആര് കുറയ്ക്കും? ഡോക്ടർ കുറച്ചു അല്ലേ? തൈറോയ്ഡ് പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? തൈറോയ്ഡ് വരാനുണ്ട് കൂടുതലിപ്പോ ഉണ്ട്. ഹൈപ്പർ അല്ലെ? പലതരത്തിലാണ്. എന്താ പറഞ്ഞ ഡോക്ടർ? ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടോ? എന്തിനാ മരുന്ന് കഴിക്കുന്നത്? രോഗം മാറാനില്ലേ? അപ്പൊ ഈ മരുന്ന് കഴിച്ച് രോഗം മാറുന്നില്ലേ? പിന്നെ എന്തിനാ മരുന്ന്? രോഗം മാറുന്നുണ്ടോ? മാറുന്നില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നത്? ജലദോഷം വന്നാൽ നോർമലായിട്ട് ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. പിടിക്കുക. ജലദോഷം വന്നാൽ സാധാരണ രീതിയിൽ ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും. ഇതാണ് അവസ്ഥ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഗാമ-വൈസോൺ എന്ന് പറയുന്ന ക്യാപ്സ്യൂള് ഹൈപ്പർ തൈറോയിഡിസത്തിന് വളരെ നല്ലതാണ്. 3 മാസം കൊണ്ട് പോലും നോർമലായ ആളുകൾ. ഹൈപ്പർ തൈറോയിഡിസത്തിന് ഞാൻ മൂവ്മെന്റ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് ലേഡിക്ക് കൊടുത്തപ്പോ 2.5 മാസം കൊണ്ടാണ് നോർമൽ ആയത്. ഒരു 2.5 മാസം. 5 വർഷമായിട്ട് അവർ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലേഡി വളരെ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു ശരീരപ്രകൃതം. ഹൈപ്പർ തൈറോയിഡിസം എന്ത് വർഷം കഴിച്ചിട്ടുണ്ടായി ചെയ്ത് പിടിക്കില്ല. അപ്പൊ ഹൈപ്പോ എന്ന ആളുകളെ കണ്ടാൽ പറയും വീട്ടിലെ ഭക്ഷണം മുഴുവൻ അവരാ കഴിക്കുന്നത്. വീട്ടിൽ വരെ കൊടുക്കില്ലേ? നിങ്ങളില്ലേ കഴിക്കുന്നത്? പാവങ്ങൾ. അവർ കഴിച്ചിട്ടാണോ അങ്ങനെ? അല്ല. ഒരു പക്ഷേ സിസേറിയയിലൂടെ കിട്ടിയതായിരിക്കാം അല്ലേ? അല്ലെ? ഗർഭിണിയായ സമയത്ത് അല്ലെങ്കിൽ വേറെ മരുന്ന് കഴിച്ചപ്പോ ഒക്കെയാണ് ഇത് കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഇതിനെ കൂടെ കൊണ്ട് നടക്കുക. എത്ര കാലം? ഡോക്ടർ വന്ന് ജീവിതകാലം മുഴുവനും കഴിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തളിപ്പറമ്പിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയി. കാരണം കുറച്ച് ലേഡീസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ വന്ന് ഇരുന്ന സമയം മുതൽ ലേഡി ചുമക്കാൻ തുടങ്ങുക. ചുമ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്കിള് കാണാൻ പറ്റില്ല. കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിങ്ങനെ വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എത്രയായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയ കഥയൊന്നും പറയാണ്ടിരിക്കുക മനസ്സിലായി. കാരണം എന്താ? ഇത് മാറില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തൊരവസ്ഥ! അങ്ങനെയുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അപ്പൊ അതുകൊണ്ട് ചെയ്തത് കാര്യമില്ല. അപ്പൊ ഇത് വെറുതെ നിങ്ങൾ ആരോഗ്യ ക്ലാസ്സാന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇത് കേൾക്കാൻ വേണ്ടി വന്നാ ഇത് മാറാനൊന്നും പോകുന്നില്ല. എന്നിട്ട് ഒരേ ചുമയാണ്. കുറച്ച് കഴിയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ലേഡി തുടങ്ങുന്നത്, ഇത് അടുത്തിരിക്കുന്ന ലേഡി അവർ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ക്ലാസ് എടുക്കുന്ന വീട്ടുകാരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പഞ്ചതുളസി ഉണ്ട് എവിടെയെന്ന് ചോദിച്ചു. പഞ്ചതുളസി ഉണ്ട്. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നു. ചൂടുവെള്ളം എടുത്തിട്ടു. അര ഗ്ലാസ് ഒരു അല്പം മാറ്റി ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളവും അതിലേക്ക് ഞാൻ 8-9 തുള്ളി ഈ പറയുന്ന പഞ്ചതുളസി. 5 തുള്ളിയാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അല്ലേ? പക്ഷെ ഞാൻ 8-9 തുള്ളി അതിലേക്ക് തിരിച്ച് കഴിക്കുന്നുണ്ട്. ഇത് എന്തിനുണ്ടായെന്ന് ചോദിച്ചു. ഡോക്ടർമാരെ ഇവിടെ പറഞ്ഞെന്താ? ഇത് മാറുമില്ല. ഇത് നിസ്സാരം ചൂടുവെള്ളത്തിൽ 5-8 തുള്ളി വെച്ചിട്ട് ഞാനിത് കൊടുക്കാൻ കുടിക്കോ? എന്താ പറയാന്നറിയാം? ഇതൊന്നും കുറിച്ചൊന്നും കാര്യമില്ല, ഇതൊന്നും മാറില്ല. ഞാൻ പറഞ്ഞു അത് ആദ്യം മാറ്റി വെക്കും. തൽക്കാലം ഞാൻ പറഞ്ഞത് ഒരു വെള്ളം വരെ കുടിക്കുന്നു എന്ന നിർബന്ധത്തിൽ അവർ കുറിച്ചു. ആ മീറ്റിംഗ് കഴിയുന്നത് വരെ പിന്നെ ഞാൻ സ്ത്രീ സംശയമില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ എന്റെ കൂടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ചുമക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അന്നേരം എൻ്റെ അടുത്ത് S5 ഉണ്ടായിരുന്നു. S5ഉം ഈ പഞ്ചതുളസി എൻ്റെ ബോട്ടിലിനകത്ത് എപ്പോഴും പഞ്ചതുളസി ഉള്ള വാട്ടർ ഉണ്ടാവും.
അത് രണ്ടും കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചുമ നിന്ന്. നല്ല അനുഭവം. എനിക്ക് ഫാസ്റ്റ് റിസൾട്ടും ലൈവ് റിസൾട്ടും കൂടെ എനിക്ക് കിട്ടിയത്. ഇതാണ് ഇത് കൊടുക്കാൻ. ഡോക്ടർ മാറില്ല എന്ന് കേസ് എന്ത് ധൈര്യം നമ്മൾ കൊടുക്കുക? എന്റെ ധൈര്യം എന്താ? ഇത് കുടിച്ചാൽ ശരിക്കും വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലേ? ചുമയില് പക്ഷെ 2 പ്രാവശ്യം ചുമക്കേണ്ട കുഴപ്പമില്ല, വേറെ സൈഡ് എഫക്റ്റ് ഇല്ല. ആ കുടിച്ച സമയത്ത് നിന്ന ചുമ പ്രോഗ്രാം തീരുന്നവരാ വേടി ചുമച്ചിട്ടാന്ന് മാത്രമല്ല. അപ്പൊ എന്ത് ചോദിച്ചു, ഇത് അപ്പൊ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ന്യൂട്രിചാർജ് കിറ്റ്സ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ എക്സ്പൈവ് പറഞ്ഞു, ഈ പറഞ്ഞ പഞ്ചദോസി ലേഹ്യം ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് കുടിച്ചപ്പോഴേക്ക് മാറ്റം വെച്ചിട്ട് അവര് എന്താ ഞാൻ മേടിച്ച് കഴിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ ആ ഡയലോഗ് എടുത്ത് മാറ്റണം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല. കാരണം ഇത് മാറില്ല എന്നാണ് അവർ തീരുമാനിച്ചു വെച്ചേക്കുന്നത് അല്ലേ? നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് അനുഭവമുണ്ട്. തൃശ്ശൂര് നമ്മുടെ MA ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ലേഡി എന്താ 2-3 ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഒരു ഡോക്ടർ പറഞ്ഞതാ, നിങ്ങൾക്ക് ഇപ്പൊ 2 കുട്ടികളാണ്. ഡോക്ടർ തീരുമാനിക്കുന്ന കുട്ടികളുണ്ടാവില്ല അല്ലേ? എന്നാൽ ചിലർക്ക് ഡോക്ടർമാരെ കുട്ടികളുണ്ടാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇതാണ് അനുഭവം. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ തീരുമാനം ആയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല. ഡോക്ടേഴ്സ് പറയും അന്ന് ഇനി നമ്മൾ പല ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഡോക്ടറെ ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യരുത്. ഒരു ഒപ്പീനിയൻ എടുക്കുക, 1-2 ഡോക്ടേഴ്സിനോട് കാണാം. ചിലപ്പോൾ ഈ ഓപ്പറേഷനിലുണ്ടാവും, ഇല്ലാതെ തന്നെ വേറൊരാൾക്ക് ചികിത്സ ഭേദാക്കാൻ വേണ്ടി പറ്റും. എത്രയോ അനുഭവങ്ങളുണ്ട്, എത്ര അനുഭവങ്ങൾ. ഞാൻ എന്റെ അമ്മയെ കൊണ്ട് ഇവിടെ മംഗലാപുരം കൊണ്ട അവസ്ഥ ഉണ്ട്. അതായത് ഞാൻ ഈ സ്ഥലത്ത് പോകുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അമ്മയ്ക്ക് ഈ ഭാഗത്തൊരു പേരും ഈ ഒരു ഭാഗത്ത് പേര് വന്നപ്പോൾ അന്ന് അനിയൻ അവിടെ ഉള്ളത്. അനിയൻ കൂട്ടിയിട്ട് അലോപ്പതി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു. അമ്മയുടെ വേദന കുറഞ്ഞില്ലാന്ന് മാത്രമല്ല അമ്മയുടെ വേദന കൂടാൻ തുടങ്ങി. അങ്ങനെ ആ ഡോക്ടർ മാറ്റി തലശ്ശേരിക്ക് വേറെ ഡോക്ടറെ കാണിച്ചു. അവിടെ കാണിച്ച സമയത്ത് വ്യത്യാസമില്ല. അങ്ങനെ എന്നാ പിന്നെ ഒരു ഫുൾ ചെക്കപ്പ് നടത്താൻ മംഗലാപുരത്ത് കൊണ്ടുപോയി. മംഗലാപുരത്ത് കൊണ്ടുപോകുന്ന സമയത്തും എനിക്ക് കൂടെ പോകാൻ വേണ്ടി പറ്റില്ല. അനിയനും അനിയന്റെ വൈഫും കൂടെ കൂടെ മംഗലാപുരത്ത് പോയി ചെക്കപ്പ് നടത്തി മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നു. അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് അടിക്കടി ക്ഷീണം വരാൻ തുടങ്ങി. നല്ലപോലെ അത്യാവശ്യം രാവിലെ എഴുന്നേൽക്കും അവിടെ കഴിക്കുന്നതാണ്. 10-20 വയസ്സുണ്ട് എന്റെ മേലെ. അപ്പൊ ആ രീതിയിലേക്ക് ഇത് കൂടി വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാനും കൂടെ അമ്മയുടെ കൂടെ വേറെ പോയിട്ട് മംഗലാപുരത്ത് കാണാൻ വേണ്ടി പറഞ്ഞു. ഞാനുണ്ടായിരുന്നു. അങ്ങനെ തേജസ്വിനി ഹോസ്പിറ്റലിൽ ശ്രീനിവാസൻ എന്ന ഡോക്ടർ, അത് എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ മെയിൻ ഡോക്ടർ. അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു കൊണ്ടുപോയി കാണിച്ചപ്പോ എല്ലാ ടെസ്റ്റും നടത്തിയ കൂട്ടത്തില് എല്ലിന് ക്യാൻസർ ഉണ്ടോ എന്ന് വരെയുള്ള പരിശോധന നടത്തി. അങ്ങനെ ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ അവസാനം എഴുതി കൊടുത്ത കുറച്ച് മരുന്നുകൾ, അതിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഡെയിലി എടുക്കണം. ഒരു പേനയുടെ ഷേപ്പിലുള്ള ഒരു സാധനമാണ്, എല്ലാ ദിവസവും എടുക്കണം. 10,000-4,000 രൂപയോളം വില വരും. പക്ഷെ 2.5 വർഷം സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാരണത്തെ പറ്റി പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായി നമ്മുടെ എല്ലിന് വില ഇല്ലാത്തതാണ് പ്രശ്നം, സെൻസിറ്റീവ് തീരെ ഇല്ലാത്തതാണ് പ്രശ്നം മനസ്സിലായി. അങ്ങനെ അത് കണ്ടപ്പോ ഞാൻ മൊബൈലിൽ വേഗം തന്നെ നമ്മളെ വിളിച്ചാൽ DJയുടെ എടുത്തിട്ട് അതുകൊണ്ട് ക്ലിനിക്കൽ റിപ്പോർട്ട് സർട്ടിഫിക്കറ്റിന്റെ ഭാഗം 2 ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് അമ്മയ്ക്ക് കൊടുക്കുന്നത് കുഴപ്പമെന്ന് ചോദിക്കുന്നത് മംഗലാപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഹോസ്പിറ്റലിലെ സീനിയറായിട്ടുള്ള ഡോക്ടറോടാ. അതെന്നെ നേരെ നോക്കി അതെന്നെ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു. സന്തോഷത്തിലില്ല, കാരണം അത്രയും 5-8,000 രൂപയുടെ മരുന്ന് പൊതിഞ്ഞോണ്ടിരിക്കുക താമസിക്കാൻ. അപ്പോഴാണ് പറയണത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയരുത്, പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് പറയണം, പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ ഞാൻ മരുന്ന് മേടിച്ചു കൊടുക്കണം. അപ്പൊ ക്ലിനിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു പറഞ്ഞു കൊടുത്തോളൂ. അങ്ങനെയാണ് എന്തൊക്കെ ഒഴിവാക്കണേ ചോദിച്ചു. മനസ്സിലാ ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ഇനി വേണ്ടെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് അങ്ങനെ ഞാൻ ആദ്യം കൊടുത്ത മരുന്നിന്റെ സൈഡ് എഫക്ട് കൊണ്ട് ഭക്ഷണം മാത്രമല്ല വെള്ളം പോലും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അമ്മ മാറിയത് മാത്രമല്ല, അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഞാൻ ചെയ്തു, ഡോക്ടേഴ്സ് പറഞ്ഞത് കൂടാതെ വീണ്ടും ഞാൻ ബ്ലഡ് പരിശോധിച്ചു. അവർ കൂടെ അതേ ഡോക്ടർമാരെ കൊണ്ടു പരിശോധിച്ചു. ആദ്യം പരിശോധിച്ചാൽ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. തൈറോയിഡിന്റെ ഗുളിക ഒരു ദിവസം പോലും നിർത്താൻ വേണ്ടി പാടില്ല അമ്മയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ദിവസം പോലും കഴിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്തു, ഈ പറയുന്ന വീട്ടിൽ ഞാൻ അത് അനിയന്റെ വീട്ടിലായിരുന്നു, എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. ഞാൻ ആദ്യം ചെയ്ത പണി ഈ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ഗുളികൾ മുതൽ ആദ്യം മേടിച്ച മരുന്നുകൾ മുഴുവൻ എടുത്ത് മാറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ PVM സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ BJ സ്റ്റാർട്ട് ചെയ്തു.